ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെൻഡിങ് വാൾ എന്ന പോയത്തിൻ്റെ ഷോർട്ട് സമ്മറിയാണ്. നമുക്ക് നിരവധി ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിന് പ്രതീക്ഷിക്കപ്പെടാം. അതായത് പോയം കമ്പാരിസൺ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് എന്ത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ, അതായത് മെൻഡിങ് വാൾ അല്ലെങ്കിൽ നെയ്ബേഴ്സ് അല്ലെങ്കിൽ വാൾ അല്ലെങ്കിൽ റോബർട്ട് ഫ്രോസ്റ്റ്, ഇവ എന്ത് കണ്ടു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയപ്പെട്ട പോയിൻറ്റ്സ് എഴുതാം. പാരഗ്രാഫ് ആക്കിയിട്ടാണ് എഴുതുന്നത്. നമുക്ക് സമ്മറിയിലേക്ക് പോവാം. It is written by Robert Frost. എഴുതിയതാരാണ്? റോബർട്ട് ഫ്രോസ്റ്റ്. It has a good theme. The poet says that nature is against war. ഈ പോയത്തിൽ മെയിനായിട്ട് പറയുന്നത് നേച്ചർ, പ്രകൃതി എന്താണ്, മതിൽ വെക്കുന്നതിനെതിരാണ്. മെൻഡിങ് വാൾ എന്ന് പറഞ്ഞാൽ മതിൽ ശരിയാക്കുക എന്നാണ് മീനിങ് കേട്ടോ. പോയറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ വാൾ, അതായത് നേച്ചർ മാത്രമല്ല എതിര്, പോയറ്റും എന്താണ്, മതിൽ വെക്കുന്നതിനെതിരാണ്. നെയ്ബർ സപ്പോർട്ട് ദ വാൾ, പക്ഷെ ഒരാൾ മാത്രമാണ് വാൾ വെക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നത്, മതിൽ വെക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? നെയ്ബറാണ്. ഹീ സേസ് ദാറ്റ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അദ്ദേഹം അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കാരണം നെയ്ബർ എപ്പോഴും പറയും ഗുഡ് ഫെൻസസ്, നല്ല വേലികൾ ഉണ്ടാക്കുന്നു, ഗുഡ് നെയ്ബേഴ്സ്, നല്ല അയൽവാസികളെ. ദ പോയറ്റ് ഈസ് മോഡേൺ ബട്ട് ദ നെയ്ബർ ഈസ് കൺസർവേറ്റീവ്. ഈ പോയറ്റ് എന്താണ്? റൈറ്റർ, അതായത് റോബർട്ട് ഫ്രോസ്റ്റ് എന്താണ്? ഫുള്ള് മോഡേൺ ആണ്. പക്ഷേ നെയ്ബർ എന്താണ്? ഒരു പഴഞ്ചനാണ്. ദ നെയ്ബർ ഓൾവേസ് ഫോളോ ദ വേർഡ്സ് ഓഫ് ഹിസ് ഫാദർ. നെയ്ബർ എപ്പോഴും ആരുടെ വേർഡ്സാണ് ഫോളോ ചെയ്യുന്നത്? തൻ്റെ ഫാദറിൻ്റെ വേർഡ്സാണ് ഫോളോ ചെയ്യുന്നത്. അതായത് എന്താണ് വേർഡ്സ്? ഗുഡ് ഫ്രണ്ട്സ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. ദ പോയം ഗീവ്സ് എസ് ഗുഡ് മെസ്സേജ്. ദ പോയറ്റ് ഹാസ് യൂസ്ഡ് ദ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് സച്ച് ആസ് മെറ്റഫർ ആൻഡ് പേഴ്സോണിഫിക്കേഷൻ ആൻഡ് മെറ്റഫർ. ഇത്തരത്തിലുള്ള പോയറ്റ് ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ പോയത്തിൻ്റെ സമ്മറി. നിർബന്ധമായിട്ടും കാണാതെ പഠിക്കുക. സിമ്പിളായൊരു പോയാണ്, പക്ഷേ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിരവധി ഉപകാരമാണ് ലഭിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് പോയം കമ്പാരിസണൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു പോയാണ്. അപ്പോൾ വളരെ സിമ്പിളായ പോയാണ്, എന്തായാലും കാണാതെ പഠിക്കണം. താങ്ക് യു.